എന്റെ ഈ പിന്നിൽ കാണുന്ന 6.5 സെന്റിലായിട്ട് 3200 സ്ക്വയർ ഫീറ്റുള്ള പൂർണ്ണമായും തേക്കൻ തടികളിലും ചുടുകല്ലിലും നിർമ്മിച്ചിട്ടുള്ള ഒരു 20 വർഷത്തിന് താഴെയുള്ള ഒരു അടിപൊളി വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമസ്കാരം. കഴിഞ്ഞ നമ്മുടെ ഒരു കൊട്ടാരം വീട് ഇട്ടപ്പോൾ ഒത്തിരി എൻക്വയറീസ് വന്നു. 10 ദിവസത്തിനകത്ത് അത് സെയിലായി പോകുന്നതും കണ്ടു. അതുപോലെ തന്നെ വീണ്ടും ഒരു മിനി കൊട്ടാരം വീടുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അമ്പലമുക്ക് ജംഗ്ഷനിൽ NCC റോഡിലായിട്ട് 6.5 സെന്റിലായിട്ട് 3300 സ്ക്വയർ ഫീറ്റിലായിട്ട് 4 ബെഡ്റൂമോട് കൂട്ടിയിട്ടുള്ള ഒരു 15 വർഷം പഴക്കമുള്ള ഒരു മിനി കൊട്ടാരം വീട്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകും. എന്റെ ഈ പിന്നിൽ കാണുന്ന 6.5 സെന്റിലായിട്ട് 3200 സ്ക്വയർ ഫീറ്റുള്ള പൂർണ്ണമായും തേക്കൻ തടികളിലും ചുടുകല്ലിലും നിർമ്മിച്ചിട്ടുള്ള ഒരു 20 വർഷത്തിന് താഴെയുള്ള ഒരു അടിപൊളി വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 2-3 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഒരു ഫെസിലിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. അതിനകത്ത് നല്ല ഡിസൈൻ ആയിട്ടുള്ള പഴയ കാലത്ത് ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈൻ പാറ്റേണിലേക്കുള്ള ഒരു ഗ്രാനൈറ്റ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൈഡിലേക്ക് കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് തേക്കൻ തടിയിൽ ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ഇതുണ്ട്. ഇതാ നോക്കില്ലേ, ഒരു വ്യത്യസ്തമായ ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. നമുക്ക് ഇവിടെ നോക്കി മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഫ്ലോർ ഉൾപ്പെടെ ഉള്ളത് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ബാൽക്കണി ഏരിയയോട് കൊടുത്തിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം കംപ്ലീറ്റ് തന്നെ തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈൻ വർക്ക് പാറ്റേൺ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോള്, ഒരു എൽ ഷേപ്പിലായിട്ടുള്ള ഒരു ഹോളാണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, നമുക്കിവിടെ ലിവിംഗ് സ്പേസും അവിടെ ഡൈനിങ് സ്പേസും ആയിട്ടുണ്ട്. നമുക്കിവിടെ മുകളിലേക്ക് നല്ല രീതിയിലുള്ള ഒരു 10 വർഷം 15 വർഷത്തിന് മുകളിലുള്ള ഡിസൈൻ വർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും തേക്കൻ തടിയിലെ കൊത്തുപണികളാണ് ഇത് കൂടുതലും നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ ആക്കി തന്നെ ആയാലും കംപ്ലീറ്റ് തേക്കൻ തടിയിലാണ് കംപ്ലീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടിനൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്കൊരു സ്റ്റോറേജ് സ്പേസോ സോക്കേഴ്സോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ലിവിംഗ് സ്പേസും അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു വീട് കൂടിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിംഗ് സ്പേസ് ആണ്, ഒരു എൽ മോഡൽ ഹോളാണ്. ഹോളിൽ എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഈ സൈഡിലേക്ക് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് വാഷ് ബേസിന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ധാരാളം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പഴയ ചുടുകല്ലും മണലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തേക്കുന്നതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ ഒരു യാതൊരുവിധ ടെൻഷന്റെയും ആവശ്യമില്ല. ഒരു 15 to 20 വർഷമാണ് ഇതിന്റെ പഴക്കം വരുന്നത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാഷ് ബേസിനൊക്കെ അറിയാം, പണ്ടത്തെ ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ള ഡിസൈൻ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളെങ്കിലും ബിൽഡിംഗ് ക്വാളിറ്റിയിൽ നല്ല ഒരു ക്വാളിറ്റി ബിൽഡിംഗ് ആണ്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ബെഡ്റൂമിന്റെ കാര്യത്തിലായാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള എല്ലാം തേക്കൻ തടി തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറേജും കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഇത്. എല്ലാ ബെഡ്റൂംസുകളും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഒക്കെ നല്ല വലിപ്പമുള്ള വൈഡ് ആയിട്ടുള്ള ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം വരുമ്പോൾ 2ാമത്തെ ബെഡ്റൂം ആയാലും നല്ല സ്പേഷ്യസ്, ഒരു മാസ്റ്റർ ബെഡ്റൂം കാറ്റഗറി പെടുത്താൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു റിനോവേഷന്റെ ഒന്നും വലിയ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ കുറെ നാളായിട്ട് വീട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഓണർ വിദേശത്തായത് കൊണ്ടും കുറച്ച് ചെറിയ പെച്ചിങ്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ മെയിൻ്റെനൻസ് വർക്കുകൾ മാത്രമാണ് ഉള്ളത്. ഇതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂം ആയിട്ടൊക്കെ വേണമെങ്കിൽ കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ബാത്റൂം ഒക്കെ നല്ല രീതിയിലോട്ടും നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോള് പോലെ കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കിച്ചണായിട്ട് ഉപയോഗിക്കാം, അതൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഏത് രീതിയിലും കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണ്. അതിനെ നമുക്ക് ഇന്നത്തെ മോഡേൺ രീതിയിലൊക്കെ ഓപ്പൺ കിച്ചൺ ഒക്കെ ആക്കാനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് ഇന്നത്തെ മോഡേൺ ആയിട്ട് ഒരു ഓപ്പൺ കിച്ചണെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത്രയും മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡൈനിങ് ഏരിയയിലോട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഇന്നത്തെ മോഡേൺ ആക്കി എടുക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റി ഉള്ള ഒരു വീട് കൂടിയാണ്. ഇതിനകത്ത് സ്റ്റോറേജിന്റെ കാര്യത്തിലൊക്കെ ധാരാളം എല്ലാം തന്നെയാണ് തടിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ കൊത്തുപണികളാൽ അധികം കാണാത്ത രീതിയിലുള്ള പണ്ടൊരു 10 വർഷത്തിന് മുമ്പുള്ള ഞാൻ പറഞ്ഞതുപോലെയുള്ള കൊത്തുപണികളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ കൊടുത്തേക്കുന്ന സ്റ്റോറേജ് സ്പേസുകളോ ഇതൊക്കെ നമുക്ക് ഏത് രീതിയിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കിച്ചണാണ് ഞാൻ പറഞ്ഞു. പഴയകാല ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീട് കൂടി ആയതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ വർക്ക് ഏരിയയൊക്കെ നമുക്ക് ഏത് രീതിയിലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വർക്ക് ഏരിയയാണ്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറത്ത് നമുക്ക് തുണി നനയ്ക്കാനോ പഴയ കാലത്ത് അരകല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ലൊക്കേഷൻ ബേസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അമ്പലമുക്കിൽ നിന്നൊക്കെ 1 കിലോമീറ്റർ താഴെയാണ് ഇതിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ കേട്ടോ.
അപ്പൊ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ഹോള്, കിച്ചൺ, ഡൈനിങ് ഏരിയ, വർക്ക് ഏരിയ ആയിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, ഹോള്, ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് ഡ്രിൽ ഉൾപ്പെടെ നമുക്ക് നടക്കുന്ന ടെയിലിന് പകരം എല്ലാം തന്നെയാണ് നമുക്ക് തേക്കും തടിയാണ് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് വരുന്നത് കേട്ടോ. സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്ത് ഒരുപാട് വീഡിയോ പറയും പോലെ ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. സ്പേഷ്യസിന്റെ കാര്യത്തിലോ ഡിസൈനിന്റെ കാര്യത്തിലോ ഒക്കെ നല്ല വലിപ്പമുള്ള നല്ല അടിപൊളി ഒരു വീടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. മുകളിലത്തെ നിലയിലെ ബെഡ്റൂം എന്ന് പറയുന്ന ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്, ഒന്നാമത്തെ ബെഡ്റൂം. അത് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. പഴയ കാലത്ത് ഒരു ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഗ്രാനൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള അന്നത്തെ ഏറ്റവും കൂടിയ ഒരു ഗ്രാനൈറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ തടിയിലാണ് കൊടുത്തിട്ടുള്ളത്. തടിയും ഈ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുള്ള തടിയിലും ബോർഡുമായിട്ട് മിക്സ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിന്റെ കാര്യത്തിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. അത് നമുക്ക് ഈ ട്രെയിനിന്റെ പാറ്റേണൊക്കെ ഇന്നത്തെ മോഡലിലൊക്കെ മാറ്റുന്നതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അല്ല. കാരണം അത് സ്പേഷ്യസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് രീതിയിലും കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഇതിനകത്തുണ്ട്. പഴയ ബാത്ത് ഹബൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള അന്നത്തെ ട്രെൻഡി വീടായിട്ടാണ് കാറ്റഗറി പെടുത്താം കേട്ടോ. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസിനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള മുകളിൽ ഷീറ്റ് കൊടുത്തിട്ടുള്ള നല്ല രീതിയിൽ ഇവിടുത്തെ അവിടെയും ധാരാളം സ്റ്റോറേജ്. അതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ നമുക്ക് സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലം ഇല്ല. ഇത് ഏത് രീതിയിലും കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉള്ള ഒരു വീട് കൂടിയാണ്. ഈ വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് താഴേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ അറിയാൻ പറ്റും. ആ സൈഡിലേക്ക് ഒരു പിന്നെ എന്താ പറയുക, ഒരു നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂജാ റൂമിന്റെ ഒരു കാറ്റഗറിയിൽ നല്ല ഒരു വർക്ക് ഏരിയ, അതായത് ചെറിയൊരു സ്പേസിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പൂജാ റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു ബാൽക്കണി ഏരിയ ആണ്. ബാൽക്കണി ഏരിയ ഡിസൈനിങ് എന്ന് പറയുന്നത് അധികം സ്പേഷ്യസ് അല്ല എങ്കിലും നല്ലൊരു ഡിസൈൻ വർക്ക് നമുക്ക് ഇവിടെ നോക്കുന്നത്. കംപ്ലീറ്റ് ചുമരുകളിലും കംപ്ലീറ്റ് ആയിട്ട് തേക്കൻ തടികളാൽ പാനൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക്. അത് ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത്തരം ഒരു ആഡംബര വീടുകളൊക്കെ വെക്കുന്നവർ ഇപ്പോഴും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ കവടിയാറ് അമ്പലമുക്ക് സൈഡിലേക്ക് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള വീട് വേണം, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള വീട് വേണം, അത്യാവശ്യം കൃഷിയും അല്ലെങ്കിൽ നല്ലൊരു ചെടിയൊക്കെ വെക്കാനുള്ള പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള വീട് വേണം എന്നുള്ള ഒത്തിരി എൻക്വയറീസ്. അത്തരക്കാർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന 6.5 സെന്റിലായിട്ട് 3200 എബോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 15 to 20 വർഷം പൂർണ്ണമായി ചുടുകല്ലിലും മണലിലും തീർത്ത് പൂർണ്ണമായും തേക്കൻ തടികൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു നല്ല അടിപൊളി ഒരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 1,15,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.